ഇതാണ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇൻ്റർഫേസ്. സോ മൈ പർച്ചേസിൽ എന്ത് കാണാൻ പറ്റും? നമ്മൾ ഉദാഹരണത്തിന് കാറ്ററ്റ് കാറ്റഗറി 2 ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ അത് കാണാൻ പറ്റും. സോ അവിടെ വ്യൂ കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഹിസ്റ്ററി എല്ലാ സബ്ജക്റ്റിൻ്റെയും കാണാൻ പറ്റും. സോ നമ്മൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ മർദ്ദം എന്ന് പറഞ്ഞുള്ള പ്രഷർ എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ജസ്റ്റ് പ്ലേ കൊടുത്താൽ എന്താക്കും? നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ ഇവിടെ കാണാൻ പറ്റും. സോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഡൗൺലോഡ് നോട്ട്സ് ഹിയർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരെ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ. സോ അതുപോലെ തന്നെ റേറ്റ് ദിസ് ക്ലാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അധ്യാപകനുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നമ്മുടെ ആപ്പിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ് എന്ത്? നമ്മുടെ ആപ്പിൽ എങ്ങനത്തെ രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആപ്പിൻ്റെ മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മുടെ ആപ്പിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കാറ്ററ്റിൻ്റെ ബേസ്ഡ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ ചൈൽഡ് നമുക്കിവിടെ സെലക്ട് യുവർ സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് സൈക്കോളജി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മളെ ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മൾക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ബുദ്ധിസിദ്ധാന്തം എന്ന് വെച്ചാൽ തിയറി ഓഫ് ഇൻ്റലിജൻസ്, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കണ്ടോ, ഇതവിടെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇതിൽ ഈസി ആയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ട്രയാർക്കിക് സിദ്ധാന്തത്തിൽ പെടുന്നത് ഇതുപോലെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മളെ സൈക്കോളജിയെ ബന്ധപ്പെട്ടുള്ളുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു പോവാണ്. ഇതിൻ്റെ അവസാനം സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ധാരണ കിട്ടും. എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു, അതുപോലെ എത്ര ചോദ്യം നമ്മൾ കറക്റ്റായി, അതുപോലെ എത്ര ചോദ്യം റോങ് ആയി, എത്ര ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്ത്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഏറ്റവും മികച്ച രീതിയിലാണ് ജൂബിലസ് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കാണാം? കൃത്യമായിട്ട് നമുക്ക് ആൻസർ കീ നോക്കാവുന്നതാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാനുള്ള ഓപ്ഷൻ നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ആപ്പിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഈ ചോദ്യത്തിനൊന്നും എക്സ്പ്ലനേഷൻസ് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരുവിധം ചോദ്യത്തിനൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ശരിയായി എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത് എക്സ്പ്ലനേഷൻ രൂപത്തിലും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ആപ്പിൽ ടോപ്പിക് വൈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? PYQs കാണാൻ പറ്റും. അതായത് UPSA 2024, 2023, 22 അതുപോലെ വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ PYQs നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ മെഗാ ടെസ്റ്റ് എന്ന ഓപ്ഷനിലും എല്ലാ സൈക്കോളജിയുടെ കാറ്ററ്റിൻ്റെ എല്ലാ വിഷയങ്ങളോടും ഉൾക്കൊള്ളിയിട്ടുള്ള PYQs നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്.